ആണുങ്ങളെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് നേടിയെടുക്കുന്നത് ഒരു തരം നാക്ക. ഹാ, നമുക്കതില്ലാതായി പോയി. അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും കുത്തുവാക്കുകൾ പറയുമെങ്കിലും പരസ്യമായി ഇങ്ങനെ അതിഥികളുടെ മുന്നിൽ വെച്ച് ഇതിലും വലിയ അപമാനം ജീവിതത്തിൽ ഇനി ഉണ്ടാകാനുണ്ടോ? ഞാനല്ല, അവരാ ആ ജ്യൂസ് ആ മോളുടെ ദേഹത്ത് തട്ടിയിട്ടത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് രമാദേവിയുടെ പവർ കാണിക്കാൻ. ഇല്ലെങ്കിൽ അവരത് ചെയ്തിട്ട് എന്നെ അടിക്കോ? എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത് കുട്ടികളെ ഓർത്ത. കുട്ടികളെ ഓർത്തോ? പാവം മഹിയും അർജുൻ സാറിനെ ഓർത്തിട്ട. ഡ്രൈവർ പയ്യൻ മഹി ഇപ്പോ കോളേജിലെ ഗസ്റ്റ് ലെക്ചർ കൂടിയാ. ചന്ദ്രമ്മ എന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാ. അങ്ങനെ ഒരാളെ മകനായി കിട്ടാനും സ്നേഹിക്കാനും സുഹൃതം ചെയ്യണം. അതൊക്കെ പോട്ടെ ചന്ദ്രമ്മേ, ഞാൻ പഠിച്ച എനിക്കൊരു ജോലി കിട്ടട്ടെ. അന്ന് തീരും ചന്ദ്രമ്മയുടെ കഷ്ടകാലം. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ചന്ദ്രമ്മയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ ആർക്കും ഞാൻ ചന്ദ്രമ്മയെ വിട്ടുകൊടുക്കില്ല. ചന്ദ്രമ്മ ധൈര്യമായിട്ടിരിക്കെ. ചിന്നു, നീ ഇത് പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നല്. ചന്ദ്രമ്മ ഔട്ട് ഹൗസിലേക്ക് പൊക്കോ. അവിടെ പോയി കുറച്ചു നേരം വിശ്രമിക്ക. എന്തായാലും ഇന്നിവിടെ അതിഥികൾ പോകുന്നത് വരെ ചന്ദ്രമ്മയുടെ മുഖം കാണരുതെന്നല്ലേ രമാദേവി മാഡത്തിന്റെ കൽപ്പന. അതുകൊണ്ട് ചന്ദ്രമ്മ ഇവിടെ കണ്ടില്ലെങ്കിലും രമാദേവി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ചന്ദ്രമ്മ പോയി കുറച്ചു നേരം വിശ്രമിക്ക. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് ചെല്ല. ദക്ഷയും കൊണ്ട് അയാളിത് ഇങ്ങോട്ട് പോയത്? മുറിയിലേക്കായിരിക്കോ? കളിയഞ്ചിരിയായിട്ടാണല്ലോ പോയിരിക്കുന്നത്. നേരം കുറച്ചായിട്ടും അവര് തിരിച്ചു കാണുന്നില്ല. പറഞ്ഞു വന്നത് ഇത് മിഥുനമാസമല്ലേ? പൂരം നാളിലാ അർജുന്റെ പിറന്നാള്. പണ്ടൊക്കെ വലിയ ആഘോഷമായിരുന്നു. എല്ലാ അനാഥാലയങ്ങളിലും 3 നേരം ഭക്ഷണം രമാനിലയത്തിന്റെ വകയായിരുന്നു. ഇവന്റെ കല്യാണശേഷം അതൊക്കെ നിർത്തി. പക്ഷേ ഇത്തവണ വലിയൊരു ഫംഗ്ഷനായിട്ട് അനാഥാലയങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കാനാ തീരുമാനം. നല്ലതാണ്. കുടുംബം എന്ന് പറയുന്നതിന്റെ ഉറപ്പ് തന്നെ ഇത്തരം സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പം തോന്നാത്തതൊന്നും കുടുംബമല്ല. ഇപ്പോ കുടുംബങ്ങളിലെ ഇമ്പമൊക്കെ പോയി തുടങ്ങി. ചില ആളുകളൊക്കെ വന്നു കയറിയ അതോടെ കുടുംബമൊക്കെ നശിച്ചു തുടങ്ങും. അത് ശരിയാ. കുടുംബത്തിൽ വന്ന് കേറുന്നവര് ശരിയല്ലെങ്കിൽ അതോടെ എല്ലാം തീരും. അങ്ങനെയുള്ള ബന്ധങ്ങൾ അധികം വഷളാകുന്നതിന് മുമ്പ് ഒഴിവാക്കി വിടുന്നതാ നല്ലത്. ഇപ്പൊ കുട്ടികൾ തന്നെ അവർക്ക് ചേർന്ന പാർട്ട്ണറെ കണ്ടെത്തിയാ ചെയ്യുന്നത്. അതെ അതെ, ഒരർത്ഥത്തിൽ അത് തന്നെയാണ് നല്ലത്. അവർക്ക് യോജിച്ചവര് അവര് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം കുറയുമല്ലോ. അല്ല, അർജുന്റെ കല്യാണം അങ്ങനെ ആയിരുന്നില്ലേ? എന്താ രമാദേവി ഒരു മൂളല്? മരുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവര് തമ്മില് ഞങ്ങള് തമ്മിൽ നല്ല സിങ്ക.
സിംഗ അതെന്ത് കുത്താണോ? അത് അളിയന് മനസ്സിലാവത്തില്ല. അത് പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളല്ലേ അളിയാൻ പറയൂ. ഈ വീട്ടില് ഉടനെ ഒരു ഫംഗ്ഷൻ നടത്താൻ പോവുക. ആ ഫംഗ്ഷനിൽ വെച്ച് ചിലതൊക്കെ ചിലർക്ക് മനസ്സിലാവും. ചില പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഭദ്രേട്ടൻ പറഞ്ഞത്. അത് തന്നെ അത് തന്നെ. ഭദ്രേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. അളിയനായതുകൊണ്ട് പറയല്ല, മണ്ടത്തരങ്ങളെ പറയൂ. അപ്പോ പുള്ളിക്കാരന് രാഷ്ട്രീയമാണ് നല്ലതല്ലേ? ഉം. വേണമെങ്കിൽ ഇറങ്ങിക്കൂ. ദേ ഈ ചിന്നോട്ടിരിക്കുന്ന മെറ്റീരിയൽസ് കണ്ടില്ലേ? ഇത് ദക്ഷയിട്ട ദക്ഷ രാജകുമാരിയെ പോലെ ഇരിക്കും. ചിന്നു, ഇത് എത്ര രൂപയായി? അത് അത് ഓ, ഞാനതങ്ങ് മറന്നു. എന്തൊരു മറവിയാ ഇപ്പോ. ഇത് മഹി ചിന്നുവിന് വാങ്ങിത്തന്നതാണല്ലോ അല്ലേ? എന്താ ചിന്നു, ഇത് മഹി വാങ്ങിത്തന്നതല്ലേ? അല്ലേന്ന്. ഇത് കൂടിയ മെറ്റീരിയലാ. മഹിയോട് എനിക്ക് ദേഷ്യ. ഞാനിവിടെ വന്നിട്ട് എത്രയോ നാളായി, ഇതുവരെ ഒരു ചുരിദാർ പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല. ഹാ, അതിന് മഹിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദക്ഷേ. ഈ ആണുങ്ങളെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് നേടിയെടുക്കുന്നത് ഒരു തരം നാക്ക. ഹാ, നമുക്കതില്ലാതായി പോയി. അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല.